ഹലോ, സീ യു അറ്റ് വർക്ക് ടുമോറോ എന്ന ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് 2 തുടങ്ങുന്നത് ജിയോണും സീവുവും ചേർന്ന് കുടിക്കാനായി ഡ്രിങ്ക്സ് എടുക്കുന്നതോടെയാണ്. ഇരുവരും ഒരേ സമയം ബോട്ടിലിലേക്ക് കൈ നീട്ടുമ്പോൾ വിരലുകൾ സ്പർശിക്കുന്നു. അതിനു പിന്നാലെ സീവു അവളെ ചുംബിക്കുകയാണ്. പക്ഷെ അടുത്ത നിമിഷം തന്നെ ജിയോൺ ഞെട്ടി ഉണരുന്നു. അതെ, അതെല്ലാം ഒരു സ്വപ്നമായിരുന്നു. അവൾ ഒറ്റയ്ക്കാണ് തന്റെ ഫ്ളാറ്റിൽ കിടന്നുറങ്ങിയത്. കഴിഞ്ഞ രാത്രി സീവുവിനെ വീട്ടിലേക്ക് ഡ്രിങ്ക്സിനായി ക്ഷണിക്കാനിരുന്നതും അവസാന നിമിഷം തീരുമാനം മാറ്റിയതും അവൾ ഓർക്കുന്നു. കൂടാതെ അവൾ തെന്നി വീഴുമ്പോൾ സീവു പിടിച്ചപ്പോൾ പാൻസിന്റെ ബട്ടൺ പൊട്ടിപ്പോയതും ഓർമ്മ വരികയാണ് അവൾക്ക്. ജിയൂൺ എപ്പോൾ സീവുവിന്റെ മുന്നിൽ പെട്ടാലും അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടല്ലോ അല്ലേ? അതേസമയം സീവു ജിയൂണിനോട് അടുത്ത ദിവസം കാണാമെന്ന് പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. പക്ഷെ അവൾ അതിന് വ്യക്തമായ മറുപടി തന്നില്ലെന്ന് അവൻ ചിന്തിക്കുന്നു. എന്തായാലും ഹാങ് ഓവർ മാറാൻ ജിയൂൺ ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ പോകുന്നു. അവിടെ യാദൃശ്ചികമായി സീവുവിനെയും കാണുന്നു. ബോക്സർ പൈജാമ ധരിച്ചിരുന്നതിനാൽ അവൾക്ക് വലിയ നാണക്കേടാകുന്നുണ്ട്. അവൾ ഒരു ഐസ് പോപ്പ് ഓഫർ ചെയ്തപ്പോൾ സീവു ഇതിനകം തന്നെ പണം കൊടുത്ത പാനീയം അവിടെ വെച്ച് പുറത്തേക്ക് പോകുന്നു. അത് തിരികെ നൽകാൻ അവൾ പുറത്തേക്ക് ചെന്നപ്പോൾ അവളുടെ കോലം കണ്ട് സീവു ഒറ്റയ്ക്ക് ചിരിക്കുകയാണ്. എന്നാൽ അതിലും വലിയ തമാശ, അടുത്തു കൂടി വരുന്ന ഒരു കൊച്ചുകുട്ടി "നോക്കമ്മേ, ആ ചേച്ചി അച്ഛനിടുന്ന പോലത്തെ ട്രൗസർ ഇട്ടേക്കുന്നു" എന്ന് പറയുന്നതും "ഓ പിന്നെ, ഇത് സിൽക്കാണ്, ഞാൻ തായ്ലാന്റിൽ നിന്നും വാങ്ങിയതാ" എന്ന് ആ ചെറിയ കുട്ടിയോട് പറയുകയാണ് ജിയൂൺ. അതുകൂടി കേൾക്കുമ്പോൾ സീവുവിന് ചിരി അടക്കാൻ സാധിക്കുന്നില്ല. തന്നെ കണ്ടാണ് ചിരിക്കുന്നതെന്ന് കരുതി ദേഷ്യപ്പെട്ട ജിയൂൺ ആ ഡ്രിങ്ക്സ് അവന് കൊടുക്കാതെ വീട്ടിലേക്ക് മടങ്ങുന്നു. ഓഫീസിലെത്തിയ ശേഷം ജിയൂൺ സീവുവിനെ പരമാവധി ഒഴിവാക്കാൻ തുടങ്ങുന്നു. ഉച്ചഭക്ഷണ സമയത്ത് കീത്തെ ഒരു ഗോസിപ്പ് പറയുന്നു. മുമ്പ് സീവു ഡെവലപ്മെന്റ് ടീമിലായിരുന്നെന്നും മാനേജർക്കോ കൈക്കൂലി വാങ്ങിയതായി റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ സ്ഥാനം ഏറ്റെടുത്തെന്നുമാണ് ആ വാർത്ത. അതിനിടെ എപ്പോഴും ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സീവു അന്ന് അവരുടെ മേശയിൽ വന്നിരിക്കുന്നു. ജിയൂൺ ഒരു കാരണം പറഞ്ഞ് അവിടെ നിന്നും എണീറ്റു പോകുന്നുണ്ട്. പിന്നീട് വൈകുന്നേരം കാണാമെന്ന് സീവു വീണ്ടും അവളോട് ചോദിക്കുമ്പോൾ വീണ്ടും അവൾ അത് നിരസിക്കുകയാണ്. അന്ന് വൈകുന്നേരം ജിയൂൺ സുഹൃത്ത് ഹേജിനെ കണ്ട് നടന്നതെല്ലാം പറയുന്നു. സീവു നിന്നെ ഡേറ്റിന് ക്ഷണിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഹേജിൻ പറയുമ്പോഴും ജിയൂൺ അത് വിശ്വസിക്കുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം ജിയൂൺ സീവുവിനെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴും ഹേജിന്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ തന്നെയുണ്ട്. ആ വൈകുന്നേരം കീത്തയോടൊപ്പം ഡ്രിങ്ക്സിന് പോയ ജിയൂണിന്റെ അടുത്തേക്ക് സീവു എത്തുന്നു. അതെ, അതൊരു മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാൻ ആണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഡേറ്റിന് ക്ഷണിക്കാൻ വന്നതാണെന്ന് പ്രതീക്ഷിച്ചിരുന്ന ജിയൂണിനോട് ഒടുവിൽ സീവു സത്യം പറയുന്നു. പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം പുതിയ സ്ഫിയർ ഐസ് റെഫ്രിജറേറ്റർ വികസിപ്പിക്കുന്ന ടാസ്ക് ഫോഴ്സ് ടീമിന്റെ ലീഡറാണ് താൻ ഇപ്പോൾ എന്നും ജിയൂൺ തന്റെ ടീമിൽ ചേരണമെന്നാണ് അവന്റെ ആഗ്രഹമെന്നും അവൻ പറയുന്നു. കഴിഞ്ഞ ദിവസം ഇത് പറയാനാണ് അവളെ വിളിച്ചതെന്നും പക്ഷെ അവൾ മദ്യലഹരിയിലായിരുന്നുവെന്നും അവൻ പറയുന്നുണ്ട്. എന്താലേ, ജിയൂണിന്റെ എല്ലാ പ്രതീക്ഷയും അവിടെ അവസാനിച്ചു. പക്ഷെ ജിയൂൺ അത് നിരസിക്കുന്നു. പുതിയ ടീമിലേക്ക് മാറി പരാജയപ്പെടുമോ എന്ന ഭയമാണ് കാരണം. അവളുടെ തീരുമാനം സീവു അംഗീകരിക്കുകയും ടാസ്ക് ഫോഴ്സിനെ കുറിച്ചുള്ള വിവരം രഹസ്യമാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങിയ ശേഷം സീവു യോങ് മുക് എന്നയാളുടെ റിപ്പയർ ഷോപ്പിൽ എത്തുന്നു. അവിടെ അവൻ ഇഷ്ടമുള്ള ഒരാളാൽ താൻ നിരസിക്കപ്പെട്ടുവെന്ന് തുറന്നു സമ്മതിക്കുകയാണ്. അടുത്ത ദിവസം ടാസ്ക് ഫോഴ്സ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്നു. പ്രസിഡന്റായ ഹാൻ നേരിട്ട് സീവുവിനെ ഈ ടീമിന്റെ ചുമതല ഏൽപ്പിച്ചുവെന്ന് എല്ലാവരെയും അറിയിക്കുകയാണ്. ഇത് അദ്ദേഹത്തിന് വലിയൊരു അവസരമാണോ അതോ ഒരു കുടുക്കാണോ എന്നത് മാത്രം വ്യക്തമല്ല. ഇതിനിടെ ജിയൂൺ വോയിസ് അസിസ്റ്റന്റോട് കൂടിയ വാട്ടർ ഡിസ്പെൻസറിന്റെ പ്രൊജക്റ്റിൽ ജോലി ചെയ്യുകയാണ്. പുതിയ മൈക്രോഫോൺ പഴയതിനേക്കാൾ മികച്ചതാണെന്ന് അവൾ കണ്ടെത്തുന്നു. അതിനിടെ ഒരു വനിതാ ജീവനക്കാരിയെ സീവു കർശനമായി ശാസിക്കുന്നതും അവൾ കരയുന്നതും ജിയൂൺ കാണുന്നുണ്ട്. മറ്റൊരിടത്ത് നോവ തന്റെ സഹോദരി ആശുപത്രിയിലായതിനാൽ അവധി ചോദിക്കുമ്പോൾ മാനേജർക്കോ സമ്മതിക്കുന്നെങ്കിലും അവളുടെ എല്ലാ ജോലികളും ജിയൂണിന് കൈമാറുന്നു. എന്നാൽ ആശുപത്രിയിലേക്കല്ല, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന തന്റെ ബോയ് ഫ്രണ്ടിനെ കാണാനാണ് നോവ പോകുന്നത്. അന്ന് ഇരുവരും വീണ്ടും ഒത്തുചേർന്ന് ഡിന്നറിന് പോകുന്നുണ്ട്. വളരെ വൈകി ജോലി ചെയ്ത ശേഷം പുറത്തേക്ക് പോകുന്ന ജിയൂൺ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന സീവുവിനെ കണ്ട് അതിശയിക്കുന്നു. ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുൻ കാമുകനായ ഗായുൾ അവളെ കാത്തു നിൽക്കുകയാണ്. ഒന്നും സംഭവിക്കാത്തതുപോലെ അവളെ ചേർത്തു പിടിച്ച് മിസ് ചെയ്യുന്നുവെന്ന് പറയുകയാണ് അവൻ. 8 മാസം കഴിഞ്ഞാണ് അവൻ തിരിച്ചു വന്നതെന്ന് ഓർക്കണമല്ലേ? 8 മാസമല്ലേ ആയുള്ളൂ എന്ന് മുൻ കാമുകനായ ഗായുൾ അവളോട് പറയുമ്പോൾ 8 മാസം എന്നത് വളരെ നീണ്ട സമയമാണ് എന്ന് പറഞ്ഞ് ജിയൂൺ ബന്ധം അവസാനിപ്പിച്ചതായി വ്യക്തമാക്കുന്നു. പക്ഷേ ഗായുൾ അവളുമായി വേർപിരിയാൻ തയ്യാറാകുന്നില്ല.
ഫ്ലാഷ് ബാക്കിലൂടെ 2021 കഥ പോകുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം ഒരു ഗ്രോസറി സ്റ്റോറിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത്. അന്ന് തന്നെയാണ് ഗായൂൺ ജിയോണിനോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞത്. പ്രസന്റിൽ ജിയൂൺ അവന്റെ സാധനങ്ങളുള്ള ബോക്സ് തിരികെ കൊടുക്കുകയും കഴിഞ്ഞ 8 മാസത്തിനിടെ അവനെ മറന്നുവെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഗായൂൺ ആ ബോക്സ് വഴിയരികിൽ ഉപേക്ഷിച്ചു പോവുകയാണ്. എന്നാൽ ജിയൂൺ അത് വീണ്ടും വീട്ടിലേക്ക് എടുത്തുകൊണ്ടു പോകുന്നത് കാണാം. അടുത്ത ദിവസം ഓഫീസിൽ മാനേജർക്കോ പുതിയതും മികച്ചതുമായ മൈക്രോഫോണിന് പകരം പഴയത് ഉപയോഗിക്കണമെന്ന് നിർബന്ധിക്കുന്നു. പുതിയത് മികച്ചതാണെന്ന് ജിയോൺ പറഞ്ഞിട്ടും അദ്ദേഹം കേൾക്കാൻ തയ്യാറാകുന്നില്ല. പിന്നീട് സീവു ജിയൂണിനോട് കൺവീനിയൻസ് സ്റ്റോറിൽ വാങ്ങിയ ഡ്രിങ്ക്സ് തിരികെ വേണമെന്ന് പറയുന്നു. അത് വെറും അവളോട് ഒറ്റയ്ക്ക് സംസാരിക്കാനുള്ള ഒരു കാരണം മാത്രമാണെന്ന് പിന്നീട് മനസ്സിലാകുന്നുണ്ട്. ആ സംഭാഷണത്തിൽ സീവു തന്റെ പഴയ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നു. മാനേജർക്കോ ഒരു വർക്ക് മാറ്റാൻ തന്നെ നിർബന്ധിച്ചതിന്റെ പിന്നിൽ കൈക്കൂലി ഇടപാടാണെന്ന് താൻ കണ്ടെത്തിയിരുന്നു. പക്ഷേ തെളിവ് ലഭിക്കാത്തതിനാൽ ടീമിൽ നിന്ന് മാറ്റിയത് സീവുവിനെയായിരുന്നു എന്ന് മാത്രം. അവൻ മറ്റൊരു കാര്യം കൂടി തുറന്നു പറയുന്നു. വർഷങ്ങളായി ജിയോണിന്റെ കഴിവും ആത്മാർത്ഥതയും താൻ ശ്രദ്ധിച്ചിരുന്നുവെന്ന്. അവൾക്ക് അതിലും ഉയരത്തിൽ എത്താൻ കഴിയുമെന്നും വീണ്ടും തന്റെ ടീമിൽ ചേരണമെന്ന് അവൻ അഭ്യർത്ഥിക്കുകയാണ്. ആ വാക്കുകൾ ജിയോണിന്റെ മനസ്സിൽ പുതിയൊരു വികാരം ഉണർത്തുന്നു. ഇതിനിടെ നോവയുടെ ബോയ്ഫ്രണ്ട് അവളെ ട്രെയിൻ സ്റ്റേഷനിൽ ഇറക്കിയ ശേഷം ഇനി ബന്ധം തുടരാനാവില്ലെന്ന് പറയുന്നു. എന്നാൽ അത് കേൾക്കാത്തതുപോലെ നോവ നടിക്കുകയാണ്. അടുത്ത ദിവസം ഓഫീസിൽ നോവയ്ക്ക് പെട്ടെന്ന് അസുഖം വരുന്നു. ആശുപത്രിയിലേക്ക് പോകണമെന്ന് ജിയോൺ പറയുമ്പോൾ മാനേജർക്കോ അവളെ അപമാനിക്കുകയും ശമ്പളം വാങ്ങുന്ന മടിയൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. അതിന് മറുപടിയായി ഇത് ജോലി സ്ഥലത്തെ പീഡനമാണെന്നും ബഹുമാനത്തോടെ സംസാരിക്കണമെന്നും ജിയോൺ തുറന്നു പറയുന്നുണ്ട്. ഒടുവിൽ നോവയെ പോകാൻ അനുവദിച്ചെങ്കിലും മുഴുവൻ ജോലിഭാരവും ജിയോണിന്റെ മേൽ വീഴുന്നു. നോവയെ ടാക്സിയിൽ കയറ്റിയ ശേഷം ആദ്യമായി ഈ ജോലി കിട്ടിയപ്പോൾ താൻ എത്ര ആവേശത്തിലായിരുന്നുവെന്ന് ജിയോൺ ഓർക്കുകയാണ്. വീട്ടിലെത്തി രാജിക്കത്ത് ടൈപ്പ് ചെയ്തെങ്കിലും അത് അയക്കുന്നില്ല. പിന്നീട് തന്റെ നോട്ട്ബുക്ക് തുറന്നു നോക്കുമ്പോൾ സീവു തന്റെ ആശയങ്ങൾക്കൊപ്പം എഴുതിയ പ്രശംസകളും കുറിപ്പുകളും അവൾ കാണുകയാണ്. അത് അവളുടെ മനസ്സ് ആഴത്തിൽ സ്പർശിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ജിയോൺ നേരെ സീവുവിന്റെ അടുത്തേക്ക് ചെന്ന് ഞാൻ ടാസ്ക് ഫോഴ്സ് ടീമിൽ ചേരാൻ തയ്യാറാണ് എന്ന് പറയുന്നു. ഇരുവരും കൈ കൊടുക്കുന്നു. ജിയോൺ കൈ പിൻവലിക്കാൻ ശ്രമിക്കുമ്പോൾ സീവു അവളെ കുറച്ചുകൂടി അടുത്തേക്ക് വലിച്ചെടുക്കുന്നതോടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാമല്ലേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മുടെ ചാനൽ വളരുകയുള്ളൂ അല്ലേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. Bye.